ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എപ്പോഴും ഒരു ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന്. ഇന്ന് എൻ്റെ സിസ്റ്റർ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് പാലക്കാട്ടിലോട്ടാണ്, ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതമ്മ, പിന്നെ ചേച്ചിയുടെ മോൻ ആദിയാണിത്. അവന് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ ഇത് കുഞ്ഞു, നമ്മുടെ ബർത്ത്ഡേ ഗേളാണ്. ഹായൊക്കെ തരുന്നുണ്ട് കേട്ടോ. എപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും ഞങ്ങൾ എന്നത്തെയും പോലെ തന്നെ വൈകിട്ട് മാത്രമേ പോകാറുള്ളൂ കേട്ടോ ഗൈസ്. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. രാവിലെ നേരത്തെ പോകാൻ ഒരു പ്ലാൻ ഇട്ടെങ്കിലും അത് നടന്നില്ല. ഞങ്ങൾ വീണ്ടും വൈകി 10:30-ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, പാലക്കാടിൽ കൂടുതൽ കാണാനുള്ള നെൽപ്പാടങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നെൽപ്പാടങ്ങൾ കാണാൻ വലിയ ഭംഗിയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് കൊയ്ത്ത് കഴിഞ്ഞ ഒരു സീസണാണ്. അതുകൊണ്ട് തന്നെ പാടങ്ങൾ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റും. എൻ്റെ വീട്ടിൽ നിന്നും പ്രോപ്പർ പാലക്കാട് ടൗണിലോട്ട് കഷ്ടിച്ച് 1 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. അങ്ങനെ പാലക്കാട് ലുലു മോളൊക്കെ കഴിഞ്ഞിട്ട് വേണം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ വീടെത്തി. അപ്പോൾ ഏട്ടനും ചേച്ചിയൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഞങ്ങൾ വരാൻ വേണ്ടി ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലൊരു ബുക്ക് കണ്ടു കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ഇന്ന് രാവിലെ ഡ്രോയിങ് ക്ലാസ്സിന് പോയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ വരച്ചിരുന്നു. അമ്മുവിനെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞവൻ അവൻ വരച്ച പിക്ചേഴ്സൊക്കെ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു കേട്ടോ. DHN എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞാൻ ഇതിലാദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഉച്ചയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഞാൻ സെക്യൂരിറ്റി അപ്പൂപ്പനെ കണ്ടത്. പുള്ളി ഡോറൊക്കെ വന്ന് തുറന്ന് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. മെനു കാർഡ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കുഞ്ഞു, റിജു, തന്നെ ആദി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നൈസായിട്ട് സൈഡിൽ കൂടെ വീഡിയോസ് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കണ്ടിട്ടില്ല. പിന്നെ കുഞ്ഞുവിനെ വിളിച്ച് വീഡിയോസിലൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പൊതുവേ ആർക്കും വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. വിശപ്പുള്ളത് കൊണ്ടായിരിക്കും. ആദ്യം ഓർഡർ ചെയ്ത സാധനം ചിക്കൻ ലോലിപോപ്പ് എത്തി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എത്തി. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ സൂപ്പാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. ബിരിയാണി, ഫ്രൈഡ് റൈസ്, ബട്ടർ നാൻ, ചിക്കൻ ചോപ്പ് സൂയി, ബട്ടർ ചിക്കൻ, കുൽച്ച, കടായി ചിക്കൻ, എന്തൊക്കെ വെറൈറ്റി ആലേ. വലിയ വിശപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ചോപ്പ് സൂയി, കുറച്ച് ബിരിയാണി, അതുപോലെ തന്നെ ഒരു ചിക്കൻ ലോലിപോപ്പാണ് എടുത്തത്. ഈ ചിക്കൻ ചോപ്പ് സൂയി കഴിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് നിന്ന് കഴിച്ച ചിക്കൻ ചോപ്പ് സൂയി ആയിട്ട് കമ്പയർ ചെയ്യാൻ തോന്നി എനിക്ക്. അത് ഒത്തിരി എരിവുണ്ടായിരുന്നു, പക്ഷേ ഇത് നല്ല നോർമൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ഒരു ഗാർഡനിൽ പൂ വലിക്കാൻ നോക്കിയത്. എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ അവനെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പല ആഗ്രഹങ്ങളായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് മലമ്പുഴ ഗാർഡൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സങ്കടത്തോടുകൂടി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സ്നേക്ക് പാർക്കിലോട്ട് കയറിട്ടോ. എനിക്ക് പൊതുവേ ഇഷ്ടമൊന്നും ആയില്ല. സ്നേക്ക് പാർക്ക് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഫുള്ള് സ്നേക്കുകളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ സ്നേക്കുകളെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ആദ്യം കണ്ടത് ഒരു വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പായിരുന്നു. ഒരു ചെറിയ പാമ്പാണ്, അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ചുരുട്ട മണലി എന്ന് പറയും, അതും ഒരു വിഷപ്പാമ്പാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് പച്ചലിക്കൊത്തി എന്ന് പറയും. പാലക്കാട് പച്ചലിക്കൊത്തി എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പച്ച കളറിൽ കാണപ്പെടുന്ന ഒരു വള്ളി പോലെ കാണപ്പെടുന്ന ഒരു പാമ്പാണ്. പിന്നെ ഒരു പാമ്പ് പൂച്ചക്കണ്ണൻ പാമ്പ്. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ ഒരു പേര്. വെറൈറ്റി ആയിരുന്നു. പാമ്പിനെ നോക്കിയപ്പോഴും ഒരു സൈഡിൽ ആൾ സുഖമായി കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മഞ്ഞച്ചേര, അത് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരുടെ നാട്ടിലും ഉണ്ടാവും മഞ്ഞച്ചേര. അത് നമ്മളിങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറെ കുറേ വെറൈറ്റി പാമ്പുകളെയൊക്കെ കണ്ടു കേട്ടോ. എല്ലാ പാമ്പുകളും ഉച്ചയായതുകൊണ്ടാണോ എന്നറിയില്ല, സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. എന്താല്ലേ, പാമ്പുകൾക്കും വേണ്ട ഒരു റെസ്റ്റ്. എത്ര വെച്ച് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഓല ചുരുട്ട എന്ന് പറഞ്ഞൊരു പാമ്പിനെയും കണ്ടു. അത് വളരെ ചെറിയൊരു പാമ്പായിരുന്നു. അതിന് ശേഷം നമ്മൾ പോയത് പെരുമ്പാമ്പിൻ്റെ വായിലോട്ടാണ് ഗൈസ്. അല്ല സോറി, അടുത്തോട്ടാണ് ഗൈസ്. കണ്ടില്ലേ, അടുത്തുള്ള കോഴിനെയും കഴിച്ച് സുഖമായി കിടന്നുറങ്ങുക മൂപ്പരാണ്. പിന്നെ അവിടെ കുറച്ച് ഗാർഡൻ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ കണ്ടത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. കുറച്ച് പാമ്പുകളെ തുറന്നു വിട്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഗാർഡൻ പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോണുകളും പാറക്കല്ലുകളും മരത്തിൻ്റെ ചില്ലകളൊക്കെ വെച്ചിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാമ്പുകളെ വെറുതെ വിട്ടിരിക്കുകയാണ്. പല ടൈപ്പ് പാമ്പുകൾ അതിലുണ്ടായിരുന്നു കേട്ടോ. ചേര, മൂർക്കൻ, പെരുമ്പാമ്പ്, ഡോണ്ട് ത്രോ ഫുഡ് ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാഴ്ച കണ്ടുമ്പോൾ സത്യം പറഞ്ഞ പേടിയായിട്ടോ. പാമ്പ്, അതായത് ആളുകളെ കാണുമ്പോൾ അത് പുറത്തോട്ട് വരാൻ ശ്രമിക്കുന്നതായിരുന്നു. ചേരയായിരുന്നു. പിന്നെ അധികം നേരം അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് കൂട്ടിലടച്ചിട്ടിട്ടുള്ള ഒരു പെരുമ്പാമ്പിനെയാണ്. ആളും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത സ്പോട്ടായ തെക്കേ മലമ്പുഴയിലോട്ടായിരുന്നു പോയത്.
അവിടെ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയും അടിപൊളി വ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സൈഡ് മലകളും കുന്നുകളും, മറ്റേ സൈഡ് പുഴയുമായിട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ വരുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം ഡാമിൽ വെള്ളം കുറച്ച് കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി. അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റോഡിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് റോഡിൻ്റെ എൻഡ് ആവുന്ന വരെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിട്ടോ. അതുവരെയുള്ള വ്യൂസൊക്കെ ഒത്തിരി മനോഹരമായിരുന്നു. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങൾ വന്ന് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ ഒരു സൈഡ് പുഴയാണെങ്കിൽ മറ്റേ സൈഡ് നമ്മൾ ഫുള്ളായിട്ട് വലിയ മലകളും കുന്നുകളും അതിൽ കാടുകളൊക്കെ ആയിരുന്നു കാണുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ ഒരു സ്പോട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ട് ആ വിശാലമായിട്ടുള്ള ആ ഒരു റിവർ, ആ ഒരു ഭംഗി എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലിയുടെ കൂടെ കുറച്ച് വീഡിയോസും സെൽഫീസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് വേറൊരു സ്പോട്ടിലോട്ടാണ് പോയത്. ഇതാണ് നമ്മുടെ പാലക്കാടിൻ്റെ റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത്. മലമ്പുഴ കഴിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞാൽ റോക്ക് ഗാർഡൻ എത്തും. അപ്പോൾ റോക്ക് ഗാർഡൻ എന്ന് പറയുമ്പോൾ ആ കേരളത്തിൽ തന്നെ ആദ്യത്തെ റോക്ക് ഗാർഡനാണ്. സത്യം പറഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അവിടെ നിന്നൊരു സ്ട്രോങ് ടീ വാങ്ങി കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ റോക്ക് ഗാർഡനിലോട്ട് പോയി. ഒരാളുടെ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 25 റുപ്പീസാണ്. അപ്പോൾ അത് വെർത്താണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലോട്ട് പോകുമ്പോൾ വേറെ ലെവൽ തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിലോട്ട് വരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. വെറും പാഴ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആർക്കിടെക്ചറാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും ഗൈസ്? അത് സത്യമാണ്. പഴയ കുപ്പികളുടെ വേസ്റ്റും, ഗ്ലാസ്സുകൾ, വള, അതുപോലെ ടൈൽസിൻ്റെ വേസ്റ്റ്, സെറാമിക്കിൻ്റെ, അതുപോലെ തന്നെ ബാത്റൂം സിങ്കിൻ്റെ വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് സാധനങ്ങളുടെ വേസ്റ്റ്, ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു സംഭവം അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ അകത്തോട്ട് കയറി വരുമ്പോൾ 2 സൈഡായിട്ട് പോണ്ട് പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രസമായിരുന്നു കാണാനായിട്ട്. ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ ഞാൻ അവിടെ പോയപ്പോൾ. ഷെല്ലുകൾ കൊണ്ടും അതുപോലെ മാർബിൾസ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള കുറേ ശില്പങ്ങൾ അവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നേരെ പോകുമ്പോൾ കണ്ടത് ഒരു വലിയൊരു കല്ല് പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതൊരു കവാടം പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റും സൈഡിലൊക്കെ വെള്ളാരം കല്ല് വെച്ച് പതിപ്പിച്ചിട്ടുള്ളൊരു വാളാണ് അത് കാണുന്നത്. അങ്ങനെ പറഞ്ഞാലും തീരാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് ഇലക്ട്രിക് വേസ്റ്റ്. എന്തായാലേ ഇതുകൊണ്ട് വലിയൊരു വാള് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നപ്പോൾ സമയം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ ഒത്തിരി നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒത്തിരി സമയം എടുക്കുന്നുള്ളത് കൊണ്ടും ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.